വെൽക്കം ടു ജിയോയുടെ എസ് അക്കാഡമി. എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, എങ്ങനെ പോകുന്നു? പ്രിപ്പറേഷൻസൊക്കെ നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ജിയോയുടെ NCERT ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ ഒരു സിവിൽ സർവീസ് ഓഫീസറായി മാറുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഫീസ് സ്ട്രക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കാനാണ്, നമുക്കതൊക്കെ പറ്റുമോ, നമുക്ക് അഫോർഡബിൾ അല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ജിയോയുടെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്. മന്ത്ലി വെറും 1000 rupees മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത്. അതുപോലെ 2 years എടുക്കുകയാണെങ്കിൽ 5000 rupees മാത്രമേ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു, ഇത്രയും റേറ്റൊക്കെ കുറച്ച് നിങ്ങൾ എന്ത് ക്വാളിറ്റിയിലായിരിക്കും തരുന്നതെന്നല്ല, നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുക. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1, വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ. ഓക്കെ, സോ അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം നോക്കി, വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ. അതായത് എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ. ആദ്യം നമ്മൾ റഷീദ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റഷീദ ഒരു ദിവസം ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഹെഡ്ലൈൻ കാണുകയാണ്, 100 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റഷീദയ്ക്ക് ഡൗട്ട് തോന്നി, 100 വർഷങ്ങൾക്ക് മുമ്പോ? ഇത്രയും നാൾ മുമ്പ് നടന്ന കാര്യമൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ, അല്ലെങ്കിൽ ഇവരെങ്ങനെ അറിയാനാ എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കും തോന്നുന്നൊരു ഡൗട്ട് തന്നെയാണ്, റൈറ്റ്? ഇപ്പോൾ ഇന്നലെ നടന്നൊരു കാര്യമാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ന്യൂസ് പേപ്പറിലൂടെ അല്ലേ, അല്ലെങ്കിൽ ചാനൽസിലൂടെ, റേഡിയോയിലൂടെയൊക്കെ അറിയുന്നുണ്ട്. 1 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണെങ്കിലോ, അത് അന്നുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുള്ള ഒരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണെങ്കിലോ, അത് നമ്മളെങ്ങനെ അറിയും? അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഹിസ്റ്ററി പഠിക്കുന്നത്, അല്ലേ? നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി പഠിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എങ്ങനെയാണ്, അതായത് വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദി പാസ്റ്റ്, പണ്ടത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുക നോക്കാം. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും? പണ്ടത്തെ കാലത്തെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മൾ കുറേ രാജാക്കന്മാരുടെ കാര്യവും, രാജാക്കന്മാർ അവിടെ പോയ കാര്യം, ഇവിടെ പോയി യുദ്ധം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു ഒക്കെ മാത്രം പഠിക്കുന്നു നമ്മൾ കരുതുന്നത്, അല്ലേ? അത് മാത്രമാണോ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുക? അല്ല. അന്നത്തെ ആൾക്കാർ എന്ത് ഭക്ഷണമാണ് കഴിച്ചിരുന്നത്? ഇപ്പോൾ ഇന്ന് നമ്മൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ആൾക്കാർ, നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന എന്തായിരിക്കും? അന്നത്തെ ആൾക്കാർ മന്തിയായിരുന്നു കഴിച്ചിരുന്നത്, മന്തിയൊക്കെ കഴിക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെ പണ്ടത്തെ ആൾക്കാർ എന്താ കഴിച്ചിരുന്നത് നമ്മൾ അറിയണ്ടേ? അപ്പോൾ അത് നമ്മൾ എന്തിലൂടെ പഠിക്കും? ഹിസ്റ്ററിയിലൂടെ നമ്മൾ പഠിക്കും. പിന്നെ അവർ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിരുന്നത്, അത് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഏത് ടൈപ്പ് ഡ്രസ്സ് ഇട്ടിരുന്നു, ഏത് ഫുഡാണ് കഴിച്ചിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററിയിലൂടെ പഠിക്കും. ഇനി ഇതൊന്നും കൂടാണ്ട് ഇവരെവിടെ താമസിച്ചിരുന്നത്? ഇനി ഫ്ലാറ്റിലാണോ, അതോ ഏതെങ്കിലും മേൽക്കൂരയൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്താണോ? നമുക്കൊന്നും അറിയില്ല. കേവ്സിലാണോ? ഒന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ ഇതിലൂടെയാണ് പഠിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൂടെയാണ് പഠിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അതൊക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരൊന്നുമല്ല അവർ. സോ ഇതെല്ലാം നമ്മൾ പഠിക്കും. പിന്നെ ഇന്നത്തെ കുട്ടികൾ ഗെയിം കളിക്കുന്ന പോലെ അന്നത്തെ കുട്ടികളും ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കൂടുതൽ മൊബൈൽ ഫോൺസിലുള്ള ഗെയിംസാണ് കളിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നിരിക്കുമോ? നമുക്കറിയില്ല. നമ്മളിതൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അന്നുണ്ടായിരുന്ന ആൾക്കാർ എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഏത് ഫുഡാണ് കഴിച്ചിരുന്നത്, ഏത് ഗെയിംസാണ് കളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഇപ്പം മാല, കമ്മല്, വള, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് അന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിലൂടെ പഠിക്കും? നമ്മൾ ഹിസ്റ്ററിയിലൂടെ പഠിക്കും. ഓക്കെ അല്ലേ? സോ അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇതിലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിവിൽ സർവീസിന് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ 6th standard സ്റ്റുഡൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാറില്ലേ, ഇതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സാധനം നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. നമ്മളൊരു ബേസ് ലെവലിൽ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും സിവിൽ സർവീസിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി പറയാൻ പോകുന്നത് മാപ്പാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. UPSC പലപ്പോഴായിട്ട് NCERT ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ വെയർ ഡിഡ് പീപ്പിൾ ലിവ്, എവിടെയാണ് ആൾക്കാർ താമസിച്ചിരുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ എവിടെയാണ് താമസിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയോ? എവിടെയാണ്? ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കിയേ. ഇവിടെ നർമ്മദ റിവർ എവിടെയാണ് നർമ്മദ? ഇത് കാണുന്നില്ലേ? ഇതാണ് നർമ്മദ. കണ്ടോ? ഈ ഒരു നർമ്മദ നോക്കി, കണ്ടോ? അപ്പോൾ ഈ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്
ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഈ നർമ്മദ റിവറിൻ്റെ തീരത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വെറുതെ താമസിക്കുക മാത്രമാണോ ചെയ്തേ? ഓക്കെ, വേറെ സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ നർമ്മദ റിവറിൻ്റെ തീരത്ത് പോയി താമസിക്കാം എന്ന് പറഞ്ഞ് പോയി താമസിച്ചാണോ? അല്ല, അവർ വെറും സ്കില്ലൊന്നും ഇല്ലാത്ത വെറും ആൾക്കാർ മാത്രമായിരുന്നില്ല, അവർ സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. എന്താണ്? അതായത് കാട്ടിലെ പഴങ്ങളും അല്ലെങ്കിൽ കിഴങ്ങുകളും ശേഖരിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അവർ. ഏത് ചെടി കഴിക്കണം, ഏതാണ് വിഷമുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ഭയങ്കര വിദഗ്ധരാണ് കേട്ടോ അവർ ഈ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഗ്യാദറേഴ്സ് ആയിരുന്നു ഈ നർമ്മദ റിവറിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നർമ്മദ റിവറിൻ്റെ തീരത്തുള്ള ആൾക്കാർ, നർമ്മദ എവിടെയാണെന്ന് നമ്മൾ കണ്ടു, മാപ്പിൽ നമ്മൾ കണ്ടില്ലേ നർമ്മദ എവിടെയാണെന്ന്? ഓക്കെ, അത് ഈ വരച്ചിരിക്കുന്നതാണ് നർമ്മദ. ഓക്കെ, ഒരു സെൻട്രൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണത്. അപ്പോൾ ആ നർമ്മദ റിവറിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാർ സ്കിൽഡ് ആയിട്ടുള്ള ഗ്യാദറേഴ്സ് ആയിരുന്നു. മാത്രമല്ല ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 2 ഹിൽസ് ആണ് നോക്കാൻ പോകുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തോട്ട് നോക്കിയേ. ഇന്ത്യയുടെ മാപ്പിൽ നോർത്ത് വെസ്റ്റ് ഭാഗം ഏതാണ്? ഇതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ 2 ഹിൽസ് കാണുന്നു, ഹിൽ റേഞ്ചസ് കാണുന്നുണ്ടോ? ഒരു സുലൈമാൻ ഹില്ലുണ്ട്, ഒരു കീർത്താർ ഹിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സുലൈമാൻ കീർത്താർ ഹിൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ ഏകദേശം ഒരു 8000 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8000 ഇയേഴ്സ് ഒക്കെ മുമ്പ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും, അതായത് വിമൻ അല്ലെങ്കിൽ മെൻ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കരുത്, 2 പേരും ചെയ്തിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും ആദ്യമായിട്ട് വീറ്റും ബാർലിയും കൃഷി ചെയ്യാൻ തുടങ്ങുന്നത് എവിടെയാണ്? ഈ സുലൈമാൻ അല്ലെങ്കിൽ കീർത്താർ ഹിൽസിലാണ്. എവിടെയാണ്? സുലൈമാൻ അല്ലെങ്കിൽ കീർത്താർ ഹിൽസിലാണ്. ഓക്കെ, അപ്പോൾ ഇവർ കൃഷി തുടങ്ങി നമ്മൾ പറഞ്ഞു അല്ലേ? ഇവരെന്താണ് ബാർലിയും വീറ്റും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആനിമൽസിനെ വളർത്താനായിട്ട് തുടങ്ങി. ഏത് ആനിമൽസിനെയൊക്കെ വളർത്തി നോക്കിയേ? ഷീപ്പ് ഉണ്ടായിരുന്നു, ഗോട്ട് ഉണ്ടായിരുന്നു, കാറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ പറയുന്ന ആനിമൽസിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? വളർത്താനായിട്ട് തുടങ്ങുകയാണ്. കാരണം ഓൾറെഡി അവർ കൃഷി ചെയ്യുന്നുണ്ട്, എന്നാൽ കുറച്ച് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ ആനിമൽസോടെ കഴിച്ചോട്ടെ, പാവങ്ങളല്ലേ എന്ന് വിചാരിച്ച് കാണും. ഓക്കെ, സോ അവരെന്ത് ചെയ്തു? ആനിമൽസിനെ റെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? അതിനുശേഷം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. അതായത് ഒരു ഗ്രാമത്തിൽ സെറ്റിലായിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? താമസിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, നർമ്മദ റിവറിൻ്റെ തീരത്തുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. ഓക്കെ, അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? സുലൈമാൻ അതുപോലെ കീർത്താർ ഹിൽസ്. ഇത് നോർത്ത് വെസ്റ്റിലുള്ള ഹിൽസ് ആണ്. ഇവിടുത്തെ വിമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും വീറ്റും ബാർലിയും 8000 വർഷങ്ങൾക്ക് മുമ്പ് വീറ്റും ബാർലിയും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വളർത്തി തുടങ്ങിയതിന് ശേഷം അവർ ആനിമൽസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആനിമൽസിനെ റെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ പോലുള്ള ആനിമൽസിനെ റെയർ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവർ വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗംഗ റിവറിനെ പറ്റിയിട്ടാണ്. ഈ ഗംഗ എവിടെ? നമ്മുടെ ഗംഗ റിവർ നോക്കിയേ, ഈ ഒഴുകുന്ന നദി കണ്ടോ? ഇതാണ് ഗംഗ റിവർ. അപ്പോൾ ഈ ഗംഗ റിവറിൻ്റെ തീരത്ത് എന്താ സംഭവിച്ചേ? ഈ ഗംഗ റിവറിൻ്റെ തീരത്ത് ആദ്യമായിട്ട് നമ്മൾ റൈസ് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്താണ്? ആദ്യമായിട്ട് റൈസ് കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു സെൻട്രൽ ഇന്ത്യയിൽ വിന്ധ്യ ഹിൽസ് കണ്ടോ? നമ്മൾ നേരത്തെ നർമ്മദ റിവർ കാണിച്ചില്ലേ? ആ നർമ്മദ റിവറിൻ്റെ മുകളിലുള്ളതാണ് ഇത് വിന്ധ്യ ഹിൽസ് എന്ന് പറയും, വിന്ധ്യാസ് എന്ന് പറയും അല്ലേ? വിന്ധ്യ മലനിരകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു വിന്ധ്യ ഹിൽസിൽ എന്താണ്? അതിൻ്റെ ഒരു നോർത്ത് വെസ്റ്റ്, ഒരു വടക്ക് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? പതുക്കെ ഈ ആൾക്കാർ, അപ്പോൾ ഈ വിന്ധ്യ ഹിൽസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാർ പതുക്കെ എങ്ങോട്ട് പോയി തുടങ്ങുകയാണ്? ഇൻഡസിൻ്റെയും അതുപോലെ ഗംഗാ നദിയുടെയും തീരത്തിലേക്ക് പോയി തുടങ്ങുകയാണ്. ഇതാണ് ഗംഗ. ഇൻഡസ് നമ്മൾ കണ്ടില്ലേ? ഇവിടെ. അപ്പോൾ പതുക്കെ ഇവിടെ നിന്നുള്ള ആൾക്കാർ എങ്ങോട്ട് പോയി? ഗംഗ അല്ലെങ്കിൽ ഇൻഡസ് നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 4700 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഇൻഡസ് നദിയുടെ തീരത്താണ് ആദ്യമായിട്ട് സിറ്റീസ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ആദ്യമായിട്ട് സിറ്റീസ് വരുന്ന ഏത് തീരത്താ? സിന്ധു നദീതട സംസ്കാരം എന്ന് കേട്ടിട്ടില്ലേ? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ? അതെന്താ? ആദ്യമായിട്ട് സിറ്റീസ് വന്നത് ഇൻഡസ് നദിയുടെ തീരത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഒരു സിവിലൈസേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏകദേശം 4700 വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഇൻഡസ് നദിയുടെ തീരത്താണ് ആദ്യമായിട്ട് സിറ്റീസ് അല്ലെങ്കിൽ നഗരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ പറയും നമ്മൾ ഗംഗ കണ്ടു അല്ലേ? ഗംഗ എവിടെ?
ഇവിടെയാണ് ഗംഗ. അപ്പോൾ ഈ ഗംഗാ നദീതീരത്ത് നഗരങ്ങൾ രൂപപ്പെട്ട എത്ര വർഷങ്ങൾക്ക് മുമ്പാ? അത് 2500 വർഷങ്ങൾക്ക് മുൻപാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഗധയെ പറ്റിയിട്ടാണ്. മഗധ കേട്ടിട്ടുണ്ടോ? മഗധ എന്താണ്? ഒരു മഹാജനപദയാണല്ലേ. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു കാര്യം പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഗംഗാ നദിയുടെ ഒരു തെക്ക് ഭാഗത്തായിട്ട്, അതായത് ഒരു സൗത്ത് ഭാഗത്തായിട്ടുള്ള പ്രദേശം പണ്ടറിയപ്പെട്ടിരുന്നത് മഗധ എന്നാണ്. അതായത് ഇപ്പോഴത്തെ ബീഹാറില്ലേ, ആ ബീഹാറിലാണ് എന്തുള്ളത്? മഗധയുള്ളത്. ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വലിയൊരു രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. അപ്പം ചരിത്രത്തിൽ നമ്മുടെ ഈ മഗധ നോക്കുകയാണെങ്കിൽ വലിയൊരു സ്ഥാനമുള്ളൊരു സ്ഥലമാണ് ഈ മഗധ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഹാജനപദാസിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു മഹാജനപദയായിട്ട് മാറിയത് ഏതായിരുന്നു? മഗധയായിരുന്നു. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഓടിച്ച് നോക്കിയാലോ? എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആദ്യം നമ്മൾ റഷീദയുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങി എങ്ങനെയാണ് ഹിസ്റ്ററിയെ പറ്റി നമ്മൾ അറിയുന്നതെന്ന് മനസ്സിലാക്കി. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്നത്? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് അന്നത്തെ ആൾക്കാർ കഴിച്ചിരുന്നത്, എന്തൊക്കെയാണ് അന്നത്തെ ആൾക്കാർ ഇട്ടിരുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ഏത് ഹൗസിലാണ് അവർ ജീവിച്ചിരുന്നത്, അന്നത്തെ ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ്, ഫാമേഴ്സ്, റൂളേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ അന്നത്തെ കുട്ടികൾ എന്ത് ഗെയിമാണ് കളിച്ചിരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്ന പോലെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതുപോലെ അവർക്കും കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ എന്തിലൂടെ പഠിക്കും? നമ്മൾ ഹിസ്റ്ററിയിലൂടെ പഠിക്കും. പിന്നെ നമ്മൾ നോക്കിയത് എവിടെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നതെന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എവിടെയൊക്കെ ജീവിച്ചിരുന്നത് നമ്മൾ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ആദ്യം ആൾക്കാർ എന്ത് ചെയ്തു? നർമ്മദ റിവറിൻ്റെ തീരത്ത് താമസിച്ചിരുന്നു. അവിടുത്തെ ആൾക്കാർ സ്കിൽഡ് ഗ്യാദറേഴ്സ് ആണ്. അതുപോലെ ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. പിന്നീട് നോർത്ത് വെസ്റ്റിലുള്ള സുലൈമാൻ അല്ലെങ്കിൽ കിർത്തർ ഹിൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടുത്തെ വിമൺ അല്ലെങ്കിൽ മെൻ ഒരുപാട് ക്രോപ്സ്, വീറ്റ്, ബാർലി പോലുള്ള ഒരുപാട് ക്രോപ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? വളർത്തിയിട്ടുണ്ട്. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുൻപാണ് അത്. അപ്പോൾ അതിനുശേഷം അവർ ഷീപ്പ്, ഗോഡ്, കാറ്റിൽ പോലുള്ള ആനിമൽസിനെ റെയർ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് അവർ വില്ലേജിലേക്ക് മാറി. പിന്നെ നമ്മൾ വിന്ധ്യാസിനെ, ഇതുപോലെ ഗാരോ ഹിൽസ്, നോർത്ത് ഈസ്റ്റിലുള്ള ഗാരോ ഹിൽസ് നോക്കിയേ. ഇതാണ് നോർത്ത് ഈസ്റ്റിലുള്ള ഗാരോ ഹിൽസ്. പിന്നെ വിന്ധ്യാസ് നമ്മൾ പറഞ്ഞില്ലേ, സെൻട്രൽ ഇന്ത്യയിലുള്ള വിന്ധ്യാസ്. ഈ ഒരു മാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മുടെ ഈ ഹിസ്റ്ററി NCERT ചാപ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന മാപ്പ് തന്നെ പഠിക്കാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ മാപ്പിവിടെ നോക്കി പോവുക. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മൾ മാപ്പ് സെപ്പറേറ്റ് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുമ്പോൾ ഇതൊന്ന് നോക്കിപ്പോ കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റുള്ള ഗാരോ ഹിൽസിനെയും പിന്നെന്താണ് വിന്ധ്യ ഹിൽസിനെയും കണ്ടു. അവിടെയാണ് എന്ത് ചെയ്തത്? നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഈ വിന്ധ്യാസിൻ്റെ നോർത്ത് ഭാഗത്താണ് ആദ്യമായിട്ട് റൈസ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇത്രയും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻഡസിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയും നോക്കി. ഇൻഡസ് എവിടെ? ഇൻഡസ് ഇതിലേ കൂടെ എഴുതുന്നേ കണ്ടില്ലേ? ഇതാണ് ഇൻഡസ്. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാ അറിയോ? ഏതൊക്കെയാണ്? ഈ പോണ ജലം, പിന്നെ ചേന, രവി, ബിയാസ്, സത്ലജ്, ഇതൊക്കെയാണ് ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ ഇൻഡസിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയും നമ്മൾ നോക്കി. അവിടെ എന്തായിരുന്നു പ്രത്യേകത നമ്മൾ പറഞ്ഞേ? അതെ, 4700 വർഷങ്ങൾക്ക് മുമ്പ് സിറ്റീസ് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്. പിന്നീട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിറ്റീസ് ഗംഗയുടെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും തീരത്തോട്ട് എന്ത് ചെയ്തു? ഫ്ലറിഷ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഗംഗ നോക്കിയേ. ഗംഗ എവിടെ? കണ്ടില്ലേ ഗംഗ എവിടെ? അതെ, ഈ ഒഴുകുന്നതാണ് ഗംഗ. ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? ഒരു ഫേമസ്, ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി പറഞ്ഞേ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ട്രിബ്യൂട്ടറി പറയുന്നുണ്ട്. പേരാണ് സൺ. എന്താണ്? സൺ. അപ്പോൾ സൺ ഏത് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്ന് ചോദിച്ചാൽ ഏതാ? ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് ഏത്? സൺ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് എന്താണ് ഈ പറയുന്ന ഗംഗയുടെ സൗത്ത് ഭാഗത്തായിട്ട് ഫ്ലറിഷ് ചെയ്ത് വന്നൊരു സിറ്റിയാണ് മഗധ. ആ മഗധ എവിടെയാണുള്ളത്? ഇന്നത്തെ ബീഹാറിലാണ് ഉള്ളത്. അവിടുത്തെ ഭരണാധികാരികൾ വളരെ ശക്തരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വലിയ വലിയ കിങ്ഡംസ്, ലാർജ് കിങ്ഡംസ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഒരു സംശയമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഒരു സ്റ്റോറി പോലെ പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനായി ആൾക്കാർ യാത്ര ചെയ്ത്. നമ്മൾ പറഞ്ഞു ഇവർ ആദ്യമേ നർമ്മദയിൽ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗംഗയുടെ അവിടെ പോയി, പിന്നെ ഇൻഡസിൻ്റെ അവിടെ പോയി. എന്തിനാ ഇവർ യാത്ര ചെയ്യുന്നത്? ഇവർക്ക് ഒരിടത്തങ്ങ് നിന്നാൽ പോരെ.
എന്ന് നമുക്ക് തോന്നിയില്ലേ? നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ ആൾക്കാർ ട്രാവൽ ചെയ്തത്. അപ്പം പണ്ട് ഇവരൊരു സ്ഥലത്ത് ഇരിക്കത്തില്ല, ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇവർ കേട്ടോ. ഇപ്പോൾ ഹിമാലയം അല്ലെങ്കിൽ പറയുന്ന മരുഭൂമിയൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ കടൽ, ഇതൊക്കെ കടന്ന് ഇവരെന്ത് ചെയ്യും? ഇവർ യാത്ര ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാത്രയൊക്കെ ഇവർ ചെയ്യുന്നേ? കാരണം അവർക്ക് ലീവ്ലിഹുഡ്, അവർക്ക് ജീവിക്കണ്ടേ? ഒരിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കാനാ? കാരണം ചിലപ്പം ചില സമയങ്ങളിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാവുന്നില്ല, ഇന്നത്തെ പോലെ അന്ന് ഇവരെന്ത് ചെയ്യും? യുദ്ധമൊക്കെ ഉണ്ടാവാറുണ്ട്, മറ്റു രാജ്യങ്ങളൊക്കെ കീഴടക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവർക്ക് എന്താ, യുദ്ധം കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവരെന്ത് ചെയ്യും? വേറെ സ്ഥലം തേടി പോകും അല്ലേ? അതുപോലെ ട്രേഡ്, ആ സമയത്ത് ട്രേഡ് ഉണ്ടായിരുന്നോ? ആ സമയത്ത് ട്രേഡ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ ട്രേഡിന് വേണ്ടി അവർ പോകുന്നത്. ആ സമയത്ത് ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ റിലീജിയസ് ടീച്ചേഴ്സായിട്ട് മതങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുമായിരുന്നു. അപ്പം ഈ പറയുന്ന യാത്രകളിലൂടെയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളൊക്കെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതും നമ്മുടെ ഭക്ഷണവും സംഗീതവും കലയൊക്കെ എന്താവുന്നത്? സമ്പന്നമാവുന്നത്. ക്ലിയർ അല്ലേ ആ കാര്യം? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം എന്തുകൊണ്ടൊക്കെയാണ് അവർ പോയത്? ലീവ്ലിഹുഡിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഡ്രോട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു, അല്ലെങ്കിൽ എന്താ, മറ്റ് ലാൻഡുകൾ കോൺകർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെയാ? ടീച്ചേഴ്സ്, റിലീജിയസ് ടീച്ചേഴ്സ് അല്ലേ, മതങ്ങൾ പഠിപ്പിക്കാൻ പോവും, പിന്നെ ട്രേഡിന് വേണ്ടി പോവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. അവസാനം എന്ത് സംഭവിച്ചേ? അപ്പം ഈ പറയുന്ന യാത്രയൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് പല പല പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആൾക്കാർ വരിക, ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക. അപ്പം നമ്മുടെയൊക്കെ സംസ്കാരങ്ങൾ ഡിഫറെൻ്റ് ആണ്, നമ്മുടെയൊക്കെ കൾച്ചറൽ എക്സ്ചേഞ്ച് അവിടെ നടക്കില്ലേ? നടക്കും. അപ്പം അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? പുതിയ പുതിയ ഐഡിയാസും കൾച്ചറൽ എക്സ്ചേഞ്ചും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നമുക്കുള്ളത് നെയിംസ് ഓഫ് ദി ലാൻഡ്. നമ്മുടെ ഇന്ത്യനെ നമ്മൾ ഏതൊക്കെ പേരിലാണ് പറയാറ്? മെയിൻലി ഏതൊക്കെ പേരിലാണ് പറയാറ്? 2 പേര് എഴുതി വെച്ചിട്ടില്ലേ ഇവിടെ? ഏതൊക്കെയാ? ഇന്ത്യയും ഭാരതവും. എന്തുകൊണ്ടായിരിക്കും ഈ 2 പേര് വന്നേ? ഒരു പേര് പറഞ്ഞാൽ പോരെ? നമ്മളിപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഫാദർ ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാ. അവിടെയും ഇന്ത്യ എന്നും പറഞ്ഞിട്ടുണ്ട്, ഭാരതം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളിറ്റിയിൽ നമ്മൾ പഠിക്കും എന്തുകൊണ്ട് അവിടെ ഭാരതം എന്നും ഇന്ത്യ എന്നും ഒക്കെ നമ്മൾ രണ്ടും എടുത്ത് പറയുന്നു എന്നുള്ള നമ്മൾ പോളിറ്റിയിൽ പഠിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നാണ്. അതായത് ഇന്ത്യ എന്നുള്ള പേര് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്ന പേര് എന്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ് നദി ഇല്ലേ, അല്ലെങ്കിൽ സിന്ധു നദി, അതിനെ ഈ ഗ്രീക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനീസ് ഇൻഡോസ് എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ്? ഇൻഡോസ്. അതായത് ഹിന്ദോസ്, അവർക്ക് ഈ ഇൻഡോസ് എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. ഈ ഇറാനീസിന് അവർക്ക് ഹീയേ വരുള്ളൂ, ഹായ് വരുള്ളൂ, അവർക്ക് ഈ വരില്ല. സോ ഒരു ഹിന്ദോസ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള നാടിനെ അപ്പോൾ അവരെന്ത് വിളിച്ചു? ഇന്ത്യ എന്ന് വിളിച്ചത്. ഇൻഡോസ് എന്ന് വിളിച്ചവർ ഇന്ത്യ എന്നായത് മാറുവാണ് പിന്നീട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഇന്ത്യ എന്നുള്ള പേര് കിട്ടുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് ഭാരത് എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ഭാരത. എന്താ വിളിച്ചിരുന്നത്? ഭാരത. ഒരു ട്രൈബാണ് കേട്ടോ അത്, ഭാരത ട്രൈബ്. അപ്പോൾ ആ വാക്ക് നമ്മൾ ഋഗ്വേദത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ്. പിന്നീട് ഇത് മാറി 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 വന്ന് എന്തായി മാറുകയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പേരായിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് ഈ ഇന്ത്യ ഭാരത് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ വെച്ചൊരു ടാസ്ക് എന്താ? ഇറാൻ എവിടെയാണ്, ഗ്രീസ് എവിടെയാണെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ അറ്റ്ലസിലൊന്ന് നോക്കുക. ഓക്കെ, ഇത് എവിടെയാണ് ഈ സാധനങ്ങൾ, ഈ ഒരു സ്റ്റേറ്റ്, ഈ ഒരു കൺട്രിയൊക്കെ എവിടെയാണ്, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നി വെറുതെ ആലോചിച്ചിരിക്കാണ്ട് അപ്പം തന്നെ അറ്റ്ലസ് എടുക്കുക, നോക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദി പാസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് പാസ്റ്റിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയും? അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് മാനുസ്ക്രിപ്റ്റ്സ്. എന്താ? മാനുസ്ക്രിപ്റ്റ്സ്. കൈകൊണ്ട് എഴുതിയത് എന്നാണ് ഇതിനർത്ഥം. മനു എന്ന് പറഞ്ഞ ഹാൻഡ് എന്നാണ് അർത്ഥം. അപ്പം കൈകൊണ്ട് എഴുതിയത് എന്താ? മാനുസ്ക്രിപ്റ്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഇത് കൂടാതെ പാം ലീവ്സ് ഇല്ലേ, നമ്മുടെ പാം ലീവ്സ് അല്ലെങ്കിൽ പനയോലകൾ എന്നൊക്കെ പറയും. പാം ലീവ്സിൽ നമ്മൾ എഴുതുമായിരുന്നു. പിന്നെ ഹിമാലയത്തിൽ വളരുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ട്രീയുടെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് എന്ത്? ബെർച്ച് എന്ന് പറയും. അതിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമായിരുന്നു. അപ്പം കാലപ്പഴക്കം വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നശിച്ചു പോയി. എന്നാലും കുറേയൊക്കെ ഇപ്പോഴും നമ്മൾ നമ്മുടെ ടെമ്പിൾസിലോ അല്ലെങ്കിൽ നമ്മുടെ മഠങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ പഴയ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റുക? അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ഞാനിപ്പോൾ ചോദിച്ചതാ എങ്ങനെ അറിയാൻ പറ്റുക. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നല്ലേ?
പഴയ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റുക? നമ്മളിപ്പോൾ ഒന്നാമത് പറഞ്ഞെന്താ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കൈകൊണ്ടെഴുതാൻ പറ്റുന്ന സാധനങ്ങൾ. അതായത് ബെർച്ചിലും, അതായത് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ബെർച്ചിലും പാവ്ലീസിലും അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമതൊരു സംഭവമാണ് എന്ത്, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. മാനുസ്ക്രിപ്റ്റ്സ് പോലൊരു സാധനമാണ് എന്ത്, ഇൻസ്ക്രിപ്ഷൻസ്. എന്താ ഈ ഇൻസ്ക്രിപ്ഷൻ? നമ്മളിപ്പം പനയോലകൾ എഴുതി വെച്ച മാനുസ്ക്രിപ്റ്റ്സുകളെ കുറിച്ച് പഠിച്ചില്ലേ? പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്ന വേറൊരു സാധനമാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിലോ അല്ലെങ്കിൽ ലോഹം പോലുള്ള നല്ല കടുപ്പമുള്ള പ്രതലങ്ങളിലൊക്കെ കൊത്തിവെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് റിലേറ്റീവ്ലി ഹാർഡ് സർഫസുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ കൊത്തിവെക്കുന്നുണ്ടാവുക. അതിന് നമ്മൾ എന്ത് പറയും, ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്തിനായിരിക്കും ഈ രാജാക്കന്മാർ ഇങ്ങനെ ചെയ്തിരുന്നേ? തങ്ങളുടെ ഉത്തരവുകൾ ജനങ്ങൾ വായിക്കാനും അല്ലെങ്കിൽ അനുസരിക്കാനും വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്, രാജാക്കന്മാർ ഇത് ചെയ്തത്. മാത്രമല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്ര യുദ്ധമൊക്കെ ചെയ്യാൻ പോകണല്ലേ, ഞങ്ങൾ യുദ്ധമൊക്കെ ജയിക്കുന്നില്ലേ, അപ്പം ഞാൻ മാത്രം ഇത് അറിഞ്ഞാൽ മതിയോ, നിങ്ങളോട് അറിയും ഞാൻ ഇത്രയൊക്കെ യുദ്ധത്തിന് പോയി, ഞാൻ ഇത്രയൊക്കെ യുദ്ധമൊക്കെ ചെയ്ത് ഞാൻ ജയിച്ചോ, നിങ്ങളോട് അറിയുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് രാജാവ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻസ്ക്രിപ്ഷനിലൊക്കെ ഇങ്ങനെ കല്ലുകളിലൊക്കെ ഇങ്ങനെ കൊത്തിവെക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻസ്ക്രിപ്ഷനുകളെ പറ്റി നമ്മൾ പഠിച്ചു, മാനുസ്ക്രിപ്റ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഈ ഒരു ഭാഗം ഉണ്ടോ, ഇവിടെ കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സാധനങ്ങളാട്ടോ, ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിലുള്ളൊരു ഇൻസ്ക്രിപ്ഷനാണ് ഇത്, കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ. 2250 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നെയാണ്. ആരെഴുതിയതാണ്? അശോകൻ, കിങ് അശോക എഴുതിയതാണ്. അശോക ഏത് കിങ്ഡത്തിലുള്ളതാണ്? അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമ്മളത് തന്നെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിക്കുക, കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ അഫ്ഗാനിസ്ഥാനിലുള്ളതാണ്, അശോക എഴുതിയ ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആരാണ് ആർക്കിയോളജിസ്റ്റ്? നമ്മളിപ്പോൾ പറഞ്ഞ പഴയകാല കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ ശില്പങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളോ ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയും, ആർക്കിയോളജിസ്റ്റുകൾ എന്ന് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഭൂമിക്കടിയിൽ പോയിട്ട് എക്സ്കവേറ്റ് ചെയ്യും. പഴയ പാത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ ഇവയൊക്കെ ഇങ്ങനെ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഈ ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അപ്പോൾ പഴയ കാലത്തെ ആളുകൾ എന്താ കഴിച്ചതെന്ന് കണ്ടെത്താൻ ഇവരെന്ത് ചെയ്യും, ഇവർ മൃഗങ്ങളെയും പക്ഷികളെയും അല്ലെങ്കിൽ മീനുകളെയും അല്ലെങ്കിൽ എല്ലുകളെയും അതിനെല്ലാം എന്ത് ചെയ്യും, പരിശോധിക്കും. എന്ത് കണ്ടാലും വെറുതെ ഇടത്തില്ല കേട്ടോ, എന്ത് കണ്ടാലും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ആർക്കിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. കാരണം എന്തുകൊണ്ടായിരിക്കും പ്ലാന്റ്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ വളരെ കുറച്ച് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്? റീസൺ എന്താണ്? കാരണം നശിച്ചു പോകില്ലേ, പ്ലാന്റ്സ് അല്ലേ, അപ്പോൾ നശിച്ചു പോകും. പിന്നെ നമുക്ക് ആ പ്ലാന്റ്സിൻ്റെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ കരിഞ്ഞ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ധാന്യമണികളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് നൂറ്റാണ്ടുകളോളം നശിക്കാതെ കിടക്കത്തില്ലേ, ചിലപ്പം നമ്മൾ കത്തിച്ച് കളയുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് കിടക്കില്ലേ, അതൊക്കെ ആയിരിക്കും നമുക്ക് മേ ബി കിട്ടുന്നുണ്ടാവുക. അല്ലാണ്ട് പ്ലാന്റ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടാൻ നല്ല പാടാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ പറയുന്ന ഹിസ്റ്റോറിയൻസും അവരുടെ ആ ഒരു സോഴ്സുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആരാ ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ? ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്ന പണ്ഡിതന്മാർ അല്ലെ, സ്കോളേഴ്സ്, അവർ നമ്മളെന്ന് പറയും, അവർ നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അവർ ഈ കണ്ടെത്തുന്ന തെളിവുകളെ, അതായത് മാനുസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ, ആർക്കിയോളജി, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമ്മളിതിനെല്ലാം കൂടെ ചേർത്ത് സോഴ്സ് എന്ന് പറയും. കാരണം ഉറവിടം ഇതാണ് നമ്മുടെ സോഴ്സ്, ഇത് വെച്ചാണ് നമ്മളിനി ഹിസ്റ്ററി അങ്ങോട്ട് തകർക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ ആ ഒരു സോഴ്സ് എന്നാണ് നമ്മൾ ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക, മാനുസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ആർക്കിയോളജിനെയൊക്കെ പറയുന്നത്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എന്ത് ചെയ്യും, ഈ തെളിവുകളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, ഈ ആർക്കിയോളജിസ്റ്റുകൾ ചരിത്രം ഒരുക്കി തരും. അവരിത് ചരിത്രമൊന്നും ഒരുക്കിയില്ല, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഹിസ്റ്ററിയോ എന്തിന് നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിപ്പം ഫ്യൂച്ചറിൽ ഒരു ബ്യൂറോക്രാറ്റായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തു, അത് അത്ര നല്ലതല്ലായിരുന്നു, അത് പിന്നീട് നമുക്ക് മനസ്സിലായി, നമ്മൾ പിന്നെ ആ കാര്യം ചെയ്യുമോ? നമ്മളത് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ചില രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും, അത് പിന്നീട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും, കാരണം നമ്മൾ ഹിസ്റ്ററി പഠിച്ച ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളത് ചെയ്യുമോ? നമ്മളത് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. ഹിസ്റ്ററി പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് പഴയതിൽ നിന്ന് പഠിക്കാൻ പറ്റും, പഴയ തെറ്റുകൾ മനസ്സിലാക്കി അത് മാറ്റി പുതിയതിലേക്ക് വരാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് പഠിക്കുന്നത്? ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി വൺ പാസ്റ്റ് ഓർ മെനി. നമ്മളിപ്പോൾ പഠിക്കുന്ന ബുക്കിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ബുക്കിൻ്റെ പേര്? അവർ ആർന്ന് പറഞ്ഞ മതിയിരുന്നത് ആർ പാസ്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റ്, അതായത് പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
പല തരത്തിലുള്ള കഴിഞ്ഞ കാലങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ഞാൻ രാജാവാണെന്ന് വിചാരിക്കുക, ഒരു രാജ്ഞിയാണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ജീവിതമായിരിക്കും ഒരു കർഷകനായിട്ടുള്ള ഒരാൾക്കുണ്ടാവുക? അല്ല, എൻ്റെ ജീവിതവും അവരുടെ അത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു IAS ഓഫീസറിനൊരു ജീവിതമായിരിക്കും ഒരു പാവപ്പെട്ട ഒരു കർഷകനുണ്ടായിരിക്കുക? അല്ല, അവരുടെ എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. അതുപോലെ പണ്ട് കാലത്തും എന്താണ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ കച്ചവടക്കാരുടെ ജീവിതം, അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് കരകൗശല വിദഗ്ധരില്ലേ, അവരുടെ ജീവിതം എല്ലാം വ്യത്യസ്തമാണ്. ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഉള്ള വ്യത്യാസങ്ങൾ അന്നും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇല്ലേ, അറിയില്ലേ നമുക്ക്? എവിടെയാണെന്ന് അറിയോ? അറിയില്ലെങ്കിൽ അത് മാപ്പിൽ നോക്കുക കേട്ടോ. എവിടെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഈ ആൻഡമാൻ ദ്വീപിലുള്ള ആൾക്കാർ ഇന്നും എന്താ ചെയ്യുന്നത്? വേട്ടയാടി മീൻ പിടിച്ച് ഭക്ഷണം കണ്ടെത്തുക ചെയ്യുന്നത്. പക്ഷെ നഗരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണോ? അല്ല, അവരെന്ത് ചെയ്യും? അവർ ഭക്ഷണത്തിന് വേണ്ടി ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പോലും നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണാം. അപ്പം അന്നും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ജീവിതമാണ് അന്നും ഉള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നത്? നയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ നോക്കിയേ, വാട്ട് ഡു ഡേറ്റ്സ് മീൻ? ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ചരിത്രത്തിൽ തീയതികൾ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറയുന്നത്? ഇപ്പം നമ്മുടെ ക്രിസ്തു ജനിച്ചില്ലേ, ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ BC എന്നും AD എന്നും ഡിവൈഡ് ചെയ്യുന്നത്. ക്രിസ്തു, ഇവിടെ ക്രൈസ്റ്റ് ജനിക്കുന്നു. ക്രൈസ്റ്റിന് മുമ്പുള്ള സമയങ്ങൾ നമ്മൾ എന്ത് പറയും? ബിഫോർ ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന് ശേഷമുള്ള നമ്മളെന്ത് പറയും? ആഫ്റ്റർ ഡെത്ത് എന്ന് പറയും. ഈ എന്താണ് നമ്മൾ ഈ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് BCനെ തന്നെയാണ് നമ്മൾ BCE എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒരു സെക്യുലർ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ പറയുന്നത്. ബിഫോർ കോമൺ എറ എന്ന് പറയും. ഈ ആഫ്റ്റർ ഡെത്ത് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ അന്നോ ഡൊമിനി നമ്മൾ എന്ത് പറയും? CE എന്ന് പറയും. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, ഈ ഡെസിഫർമെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെസിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലിപികൾ വായിച്ചെടുക്കുക അല്ലേ? അപ്പോൾ ഈ പഴയ ഇൻസ്ക്രിപ്ഷനുകളിൽ നമുക്കറിയാത്ത ഒരുപാട് ലിപികളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഭാഷകളുണ്ടാവും. അപ്പോൾ അത് കണ്ടോ, P ഒക്കെ വരുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ കാണിച്ചിരുന്നത്, ഡോം പോലെ T. നമുക്കിതൊക്കെ വായിച്ച പോലെ മനസ്സിലാവും. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ പറയുക ഡെസിഫർ ചെയ്യുക എന്ന് പറയുക, നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന പഴയ ഇൻസ്ക്രിപ്ഷനുകളിൽ നമുക്കറിയാത്ത ഒരുപാട് ഭാഷകളും ഒരുപാട് ലിപികളും ഉണ്ടാവും. അത് എങ്ങനെ വായിച്ചെടുക്കുന്നു എന്നുള്ളതിനാണ് എന്ത് പറയുന്നത്? ഡെസിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഡെസിഫോമെൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിയേ. ഈജിപ്തിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏത്? ഓക്കെ, ഈജിപ്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. റൊസേറ്റ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ലഭിച്ച കല്ലുകളിൽ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ കാണാൻ പറ്റും. ആ റൊസേറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 3 ഡിഫറെൻ്റ് ലാംഗ്വേജുകളും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇവർ ഇതാണല്ലേ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി എടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നോക്കിയേ, ഫുൾ കാര്യങ്ങൾ നോക്കിയേ. സോ ഫസ്റ്റ് നമ്മൾ വന്നത് എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്ററിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നർമ്മദ റിവർ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്തു. സുലൈമാൻ ഹിൽസ്, കിർത്താർ ഹിൽസ് നോക്കി, ഗാരോ ഹിൽസ് നോക്കി, വിന്ധ്യ മലനിരകൾ നോക്കി. പിന്നെ ഇൻഡസിലേക്ക് അവർ എന്നാ പോയി? 4700 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസിലേക്ക് പോയി എന്ന് പറഞ്ഞു. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗംഗയിലേക്ക് പോയി എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി അവർ മൂവ് ചെയ്തേ? കാരണം അവരുടെ ലീവ്ലിഹുഡിന് വേണ്ടി. എന്തെങ്കിലും ഫ്ലഡോ ഡ്രോട്ടോ ഒക്കെ വരുമ്പോൾ അവരങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. യുദ്ധമൊക്കെ വരുമ്പോഴും അവരൊക്കെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് 2 പേരുണ്ട്, ഭാരതവും ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഇന്ത്യ എന്നുള്ള പേരുണ്ട്. എങ്ങനെ അത് വന്നേ? അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒന്നും കൂടെ വായിച്ചു നോക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടെ കേൾക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പാസ്റ്റിനെ പറ്റി നമ്മൾ എന്തൊക്കെ വെച്ചാൽ പഠിക്കുന്നത്? ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, ദെൻ ആർക്കിയോളജി ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ഒരു പാസ്റ്റ് അല്ല, ഒരുപാട് പാസ്റ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞു ആൻഡമാൻ ഐലൻഡ്സിലുള്ള ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്താൽ ജീവിക്കുന്നത്? മീനൊക്കെ ഫിഷിംഗ് ഒക്കെയാണ് അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ. ഇപ്പോഴും ഫിഷിങ് ഹണ്ടിങ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡേറ്റ്, BC എന്താണ്, AD എന്താണ്, BCE എന്താണ്, CE എന്താണ്, ഇതൊക്കെ പറഞ്ഞു. ഡെസിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇതിലൊരു സംശയമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞത് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളില്ലേ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടില്ല എന്നാണ്. സോ അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒരു ചാപ്റ്റർ വായിക്കുക. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NCERT ആണ്.
NCERT നമ്മളങ്ങനെ ക്ലാസ്സുകളായിട്ടൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൊടുക്കാറില്ല. നോർമലി എക്സാംസ് മാത്രം നടത്താറുള്ളൂ. അപ്പം നമുക്ക് അറിയില്ല എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാണ്ട് എല്ലാം കറക്റ്റായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. For more related contents, do like, share and subscribe.